കങ്ങഴപ്പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് നവരാത്രി സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമായി. രാവിലെ 9:30 മറ്റക്കര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദ നവരാത്രി മണ്ഡപത്തിലെ കലാവിളക്ക് തെളിയിച്ചു. അമ്പലമില്ലാതെ ആദിപരാശക്തി വിളക്കിൽ കുടികൊള്ളുന്ന ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് രാവിലെ ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തോടെയാണ് നവരാത്രി ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് സ്വാമി വിശുദ്ധാനന്ദ കലാവിളക്ക് തെളിച്ചു. എല്ലാ ഐശ്വര്യങ്ങളും അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് സ്വായത്തമാകുന്നതെന്ന് സ്വാമി വിശുദ്ധാനന്ദ പറഞ്ഞു. കർമ്മസ്ഥാനം സംസ്ഥാന സെക്രട്ടറി ഗീതാരാമൻ, അഡ്മിനിസ്ട്രേറ്റർ ബിജു പത്തനാട് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നു മുതൽ ഈ മാസം 13 വരെയാണ് നവരാത്രി മഹോത്സവം. ഈ ദിവസങ്ങളിൽ വിവിധ പൂജകൾക്കൊപ്പം ദേവീ ഭാഗവത പാരായണം, സംഗീതാരാധന, സന്ധ്യാനാമജപം തുടങ്ങിയവയും നടക്കും. തിങ്കളാഴ്ച ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയും ചൊവ്വാഴ്ച വൈകിട്ട് കോഴിക്കോട് പ്രശാന്ത് വർമ്മയും കർമ്മസ്ഥാനത്തെ കലാമണ്ഡപത്തിലെത്തും. വ്യാഴാഴ്ച വൈകിട്ട് ഭദ്രവിളക്കമ്മയുടെ മാന്ത്രിക ഗ്രന്ഥം അകത്തേക്ക് എഴുന്നള്ളിച്ച ശേഷം പൂജ വയ്ക്കും. വിജയദശമി ദിനം 7-ന് പൂജയെടുപ്പ്. രാവിലെ 10:30 മുതൽ 12 വരെ മഹാചണ്ഡിക ഹോമം. ഉച്ചയ്ക്ക് 2 മുതൽ സാംസ്കാരിക സമ്മേളനം. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കും. സിനിമാ താരം ഡോക്ടർ രമാദേവി, ഗായകൻ അജി പീഡികപ്പറമ്പ്, ഹരിതകർമ്മസേന പ്രവർത്തകർ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും. ഈ 9 ദിവസം ഇതിൽ ഭാഗവാക്കാകുക ഒരു മഹാഭാഗ്യം. പരാശക്തിയായിരിക്കുന്ന അമ്മയാണ് ലോകത്തിൻ്റെ എല്ലാ രീതിയിലും നമുക്ക് ശക്തിയും കഴിവും ശേഷിയും ഒക്കെ തരുന്നത് അമ്മയാണ്. അതായത് ദേവിയെ ഭജിക്കുക എന്ന് വെച്ചാൽ മഹാഭാഗ്യം. നമുക്കറിയാം, ദേവി എന്ന് വെച്ചാൽ നമ്മളെന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകുക, ചന്ദനം തൊടുക, അതുപോലെ തന്നെ പ്രദക്ഷിണം വയ്ക്കുക, മറ്റ് വ്രതാനുഷ്ഠിക്കുക, ഉപാസന എല്ലാം മനോദേവനെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടാണ്.